ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പി സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വീതിയിൽ വന്നിട്ടുള്ള ബാങ്കുകൾ എന്ന ടോപ്പിക്കാണ്. LGSന് ശ്രമിക്കുന്ന എല്ലാവർക്കും ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും. ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏത്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ 1770. ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏത്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ 1770. പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് ഏത്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് ഏത്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇന്ത്യയിൽ ബാങ്കുകളുടെ സേവനങ്ങളെ സംബന്ധിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണാനായി നിലവിൽ വന്ന സമ്പ്രദായം ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ. ഇന്ത്യയിൽ ബാങ്കുകളുടെ സേവനങ്ങളെ സംബന്ധിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണാനായി നിലവിൽ വന്ന സമ്പ്രദായം ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ. ഗാന്ധിജി ഉദ്ഘാടനം ചെയ്ത ബാങ്ക് ഏത്? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഗാന്ധിജി ഉദ്ഘാടനം ചെയ്ത ബാങ്ക് ഏത്? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി ATM സംവിധാനം ആരംഭിച്ച ബാങ്ക് ഏത്? HSBC. ഇന്ത്യയിൽ ആദ്യമായി ATM സംവിധാനം ആരംഭിച്ച ബാങ്ക് ഏത്? HSBC. കൃഷിക്കും ഗ്രാമവികസനത്തിനും വായ്പകൾ നൽകുന്ന ദേശീയ ബാങ്ക് ഏത്? നബാർഡ്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വായ്പകൾ നൽകുന്ന ദേശീയ ബാങ്ക് ഏത്? നബാർഡ്. ചെറുകിട വ്യവസായ യൂണിറ്റുകളുടെ പ്രോത്സാഹനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി ഏത്? മുദ്രാ ബാങ്ക്. ചെറുകിട വ്യവസായ യൂണിറ്റുകളുടെ പ്രോത്സാഹനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി ഏത്? മുദ്രാ ബാങ്ക്. ഇന്ത്യയിലെ ആദ്യ ISO സർട്ടിഫൈഡ് ബാങ്ക് ഏത്? കാനറ ബാങ്ക്. ഇന്ത്യയിലെ ആദ്യ ISO സർട്ടിഫൈഡ് ബാങ്ക് ഏത്? കാനറ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപകനാര്? ലാല ലജ്പത് റായ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപകനാര്? ലാല ലജ്പത് റായ്. കാനറ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരു. കാനറ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരു. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആപ്തവാക്യമെന്ത്? കേരളത്തിൻ്റെ സ്വന്തം ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആപ്തവാക്യമെന്ത്? കേരളത്തിൻ്റെ സ്വന്തം ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും പഴയ പൊതുമേഖലാ ബാങ്ക് ഏത്? അലഹബാദ് ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും പഴയ പൊതുമേഖലാ ബാങ്ക് ഏത്? അലഹബാദ് ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് ഏത്? HDFC. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് ഏത്? HDFC. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഏത്? ഫെഡറൽ ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഏത്? ഫെഡറൽ ബാങ്ക്. ഇന്ത്യയിൽ രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നതെന്ന്? 1980 ഏപ്രിൽ 15. ഇന്ത്യയിൽ രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നതെന്ന്? 1980 ഏപ്രിൽ 15. ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ ബാങ്ക് ലയനം പ്രഖ്യാപിച്ച ധനകാര്യ മന്ത്രിയാര്? നിർമ്മല സീതാരാമൻ. ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ ബാങ്ക് ലയനം പ്രഖ്യാപിച്ച ധനകാര്യ മന്ത്രിയാര്? നിർമ്മല സീതാരാമൻ. വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് ഏത്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് ഏത്? പഞ്ചാബ് നാഷണൽ ബാങ്ക്.
ആദ്യമായി പൂട്ടുകൾ ഇല്ലാത്ത ശാഖ ആരംഭിച്ച ബാങ്ക് ഏത്? യൂക്കോ ബാങ്ക്. ആദ്യമായി പൂട്ടുകൾ ഇല്ലാത്ത ശാഖ ആരംഭിച്ച ബാങ്ക് ഏത്? യൂക്കോ ബാങ്ക്. നിലവിലെ ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്കുകളുടെ എണ്ണം എത്ര? 12. നിലവിലെ ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്കുകളുടെ എണ്ണം എത്ര? 12. കേരളത്തിലെ ആദ്യ ബാങ്ക് ഏത്? നെടുങ്ങാടി ബാങ്ക്. കേരളത്തിലെ ആദ്യ ബാങ്ക് ഏത്? നെടുങ്ങാടി ബാങ്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്ക് ഏത്? SBI. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്ക് ഏത്? SBI. സേവിങ്സ് അക്കൗണ്ട് സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏത്? പ്രസിഡൻസി ബാങ്ക്. സേവിങ്സ് അക്കൗണ്ട് സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏത്? പ്രസിഡൻസി ബാങ്ക്. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്ക് ഏത്? SBI. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്ക് ഏത്? SBI. നബാർഡിൻ്റെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? ബി. ശിവരാമൻ കമ്മിറ്റി. നബാർഡിൻ്റെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? ബി. ശിവരാമൻ കമ്മിറ്റി. IDBI ബാങ്കിൻ്റെ ആസ്ഥാനം? മുംബൈ. IDBI ബാങ്കിൻ്റെ ആസ്ഥാനം? മുംബൈ. ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏത്? നരസിംഹ കമ്മിറ്റി. ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏത്? നരസിംഹ കമ്മിറ്റി. ഫെഡറൽ ബാങ്കിൻ്റെ ആപ്തവാക്യം എന്ത്? യുവർ പെർഫെക്റ്റ് ബാങ്കിംഗ് പാർട്ട്ണർ. ഫെഡറൽ ബാങ്കിൻ്റെ ആപ്തവാക്യം എന്ത്? യുവർ പെർഫെക്റ്റ് ബാങ്കിംഗ് പാർട്ട്ണർ. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏത്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏത്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായതെന്ന്? 1935 ഏപ്രിൽ 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായതെന്ന്? 1935 ഏപ്രിൽ 1. കേരള ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. കേരള ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആസ്ഥാനം? ന്യൂഡൽഹി. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആസ്ഥാനം? ന്യൂഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്ക് ഏത്? SBI. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്ക് ഏത്? SBI. ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് ലയിച്ചത് ഏതു ബാങ്കിലാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് ലയിച്ചത് ഏതു ബാങ്കിലാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇന്ത്യക്ക് പുറത്ത് ശാഖ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് ഏത്? ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് ശാഖ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് ഏത്? ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ പണയത്തിൻ്റെ ചുമതല വഹിക്കുന്ന ബാങ്ക് ഏത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ പണയത്തിൻ്റെ ചുമതല വഹിക്കുന്ന ബാങ്ക് ഏത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പേയ്മെൻറ്റ് ബാങ്കുകളുടെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത്? നജികേത് മോർ കമ്മിറ്റി. പേയ്മെൻറ്റ് ബാങ്കുകളുടെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത്? നജികേത് മോർ കമ്മിറ്റി. റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആര്? ശക്തികാന്ത ദാസ്. റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആര്? ശക്തികാന്ത ദാസ്.
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന വൃക്ഷമേത്? എണ്ണപ്പന. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന വൃക്ഷമേത്? എണ്ണപ്പന. IFSC കോഡിലെ ആകെ അക്കങ്ങളുടെ എണ്ണം 11. IFSC കോഡിലെ അക്കങ്ങളുടെ എണ്ണം 11. മ്യൂച്വൽ ഫണ്ട് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്ക്? SBI. മ്യൂച്വൽ ഫണ്ട് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്ക്? SBI. അലഹബാദ് ബാങ്ക് ഏത് ബാങ്കിലാണ് ലയിപ്പിച്ചത്? ഇന്ത്യൻ ബാങ്ക്. അലഹബാദ് ബാങ്ക് ഏത് ബാങ്കിലാണ് ലയിപ്പിച്ചത്? ഇന്ത്യൻ ബാങ്ക്. ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനത്തിൽ ഉദ്ഘാടനം ചെയ്ത ബാങ്ക് ഏത്? ഭാരതീയ മഹിളാ ബാങ്ക്. ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനത്തിൽ ഉദ്ഘാടനം ചെയ്ത ബാങ്ക് ഏത്? ഭാരതീയ മഹിളാ ബാങ്ക്. ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനത്തിനായി രൂപീകരിച്ച ബാങ്ക് ഏത്? ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനത്തിനായി രൂപീകരിച്ച ബാങ്ക് ഏത്? ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഇന്ത്യയിൽ ബാങ്കിംഗ് ഓംബുഡ്സ്മാനെ നിയമിക്കുന്നതാര്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ബാങ്കിംഗ് ഓംബുഡ്സ്മാനെ നിയമിക്കുന്നതാര്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ചെക്ക് സംവിധാനം ആരംഭിച്ച ആദ്യ ബാങ്ക് ഏത്? ബംഗാൾ ബാങ്ക്. ഇന്ത്യയിൽ ചെക്ക് സംവിധാനം ആരംഭിച്ച ആദ്യ ബാങ്ക് ഏത്? ബംഗാൾ ബാങ്ക്. ഇൻ്റർനെറ്റ് ബാങ്കിംഗ് ആരംഭിച്ച ആദ്യ ബാങ്ക് ഏത്? ICICI. ഇൻ്റർനെറ്റ് ബാങ്കിംഗ് ആരംഭിച്ച ആദ്യ ബാങ്ക് ഏത്? ICICI. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിംഗ് റോബോട്ട് ഏത്? ലക്ഷ്മി. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിംഗ് റോബോട്ട് ഏത്? ലക്ഷ്മി. ഗ്രാമീൺ ബാങ്കുകൾ എന്നറിയപ്പെടുന്ന ബാങ്ക് ഏത്? റീജിയണൽ റൂറൽ ബാങ്കുകൾ. ഗ്രാമീൺ ബാങ്കുകൾ എന്നറിയപ്പെടുന്ന ബാങ്ക് ഏത്? റീജിയണൽ റൂറൽ ബാങ്കുകൾ. ഷെഡ്യൂൾഡ് ബാങ്ക് പദവി ലഭിച്ച കേരളത്തിലെ ആദ്യ സ്വകാര്യ ബാങ്ക് ഏത്? സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ഷെഡ്യൂൾഡ് ബാങ്ക് പദവി ലഭിച്ച കേരളത്തിലെ ആദ്യ സ്വകാര്യ ബാങ്ക് ഏത്? സൗത്ത് ഇന്ത്യൻ ബാങ്ക്. SBIയുടെ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ദേശീയ കവിയാര്? രവീന്ദ്രനാഥ ടാഗോർ. SBIയുടെ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ദേശീയ കവിയാര്? രവീന്ദ്രനാഥ ടാഗോർ. ലോകത്താദ്യമായി വനിതാ ബാങ്ക് ആരംഭിച്ച രാജ്യമേത്? പാകിസ്ഥാൻ. ലോകത്താദ്യമായി വനിതാ ബാങ്ക് ആരംഭിച്ച രാജ്യമേത്? പാകിസ്ഥാൻ. ലോകത്ത് ആദ്യമായി കസ്റ്റമർ സർവീസിന് റോബോട്ടിനെ ഉപയോഗിച്ച ബാങ്ക് ഏത്? HDFC. ലോകത്ത് ആദ്യമായി കസ്റ്റമർ സർവീസിന് റോബോട്ടിനെ ഉപയോഗിച്ച ബാങ്ക് ഏത്? HDFC. പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന പരമാവധി നിക്ഷേപം എത്ര? 2 ലക്ഷം രൂപ. പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന പരമാവധി നിക്ഷേപം എത്ര? 2 ലക്ഷം രൂപ. റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന കടങ്ങൾക്ക് ഈടാക്കുന്ന പലിശ? റിപ്പോ റേറ്റ്. റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന കടങ്ങൾക്ക് ഈടാക്കുന്ന പലിശ? റിപ്പോ റേറ്റ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ATMകളുള്ള സംസ്ഥാനമേത്? മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ATMകളുള്ള സംസ്ഥാനമേത്? മഹാരാഷ്ട്ര. പാവങ്ങളുടെ ബാങ്കർ, ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നിങ്ങനെ അറിയപ്പെടുന്ന വ്യക്തിയാര്? മുഹമ്മദ് യൂനസ്. പാവങ്ങളുടെ ബാങ്കർ, ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നിങ്ങനെ അറിയപ്പെടുന്ന വ്യക്തിയാര്? മുഹമ്മദ് യൂനസ്. കേരളത്തിൽ ആദ്യമായി ATM സംവിധാനം ആരംഭിച്ച ബാങ്ക് ഏത്? ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ്. കേരളത്തിൽ ആദ്യമായി ATM സംവിധാനം ആരംഭിച്ച ബാങ്ക് ഏത്?
ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ്. ICICI ബാങ്കിൻ്റെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ആര്? ചന്ദ കൊച്ചാർ. രാജ്യാന്തര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്ന ബാങ്ക് ഏത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. രാജ്യാന്തര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്ന ബാങ്ക് ഏത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ക്രെഡിറ്റ് കാർഡ് സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏത്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ക്രെഡിറ്റ് കാർഡ് സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏത്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഹായ് ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.